വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പാസ്പോർട്ട് എടുക്കേണ്ടത് തൊട്ട് അല്ലെങ്കിൽ വിസ ഉണ്ടെങ്കിൽ വിസ കോപ്പി എടുക്കേണ്ടത് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പറായിട്ട് ചെയ്യും. ഇപ്പോൾ ടേക്ക് മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 50 എബോവ് ഉള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൂർ കമ്പനിയാണ്. അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈം ഒക്കെ കൊടുത്ത് ഒരു പ്രായമുള്ള ആളുകളെ കംപ്ലീറ്റ്ലി അവരുടെ ഹെൽത്ത് ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി മെഡിക്കൽ അസിസ്റ്റൻസിൻ്റെ ഡോക്ടറോ നേഴ്സോ വരെ ഗ്രൂപ്പ് ടൂറിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് നോർമലി 8:30 ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെങ്കിൽ ഇദ്ദേഹം 7 മണിക്ക് ഒരുങ്ങി നിൽക്കുകയാണ് നല്ല എനർജറ്റിക്കായിട്ട്. അപ്പോൾ ആ 10 ദിവസത്തെ യാത്രയിൽ 10-15 ദിവസത്തെ യാത്രയിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു വലിയ യാത്രാപ്രേമി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നാളിൽ പുസ്തകങ്ങളിൽ വായിച്ച ആൽപ്സ് എന്ന പർവ്വതം ഇതാ ഞാൻ കീഴടക്കി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര ചിരിയാണ്, ചിരിച്ച് ശ്വാസമൊന്നും കിട്ടുന്നില്ല. ആ മൊമെൻ്റ് ഒരു മകനെന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഈ മൊമെൻ്റ് നമുക്ക് ആസ് എ ടൂർ ഓപ്പറേറ്റർ ഒരുപാട് പേരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതാണ് നമ്മളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം. യാത്രകൾ പോകാനും കൊണ്ടുപോകാനും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല എന്നൊരു തോന്നലുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളെ സഹായിക്കാൻ പോകുന്നൊരു ബ്രാൻഡാണ്, പറ്റുന്നൊരു ബ്രാൻഡാണ് ഇന്ന് നമ്മളോടൊപ്പം മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ, സ്പെഷ്യലി വീട്ടിലുള്ള സീനിയർ സിറ്റിസൺസിന്. മൈ ബ്രാൻഡ് മൈ പ്രൈഡിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഫീച്ചർ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പേര് ടേക്ക് മൈ ഫാമിലി ഹോളിഡേയ്സ് എന്നാണ്. അതിൻ്റെ ഫൗണ്ടർ കണ്ണൻ മൈക്കിളാണ് എൻ്റെ കൂടെ. ഹായ്, വെൽക്കം. താങ്ക് യു. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ പോലെ വർത്താനമൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ പ്രായമുള്ള ഒരാളെ വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, അത് കഴിഞ്ഞ് കുറേ കാലം ബിസിനസ് ചെയ്തിട്ട് പിന്നെ ഈ ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങുന്ന ഒരു ഓൺടർപ്രണർഷിപ്പിലേക്കൊക്കെ വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഒരാളെയാണല്ലോ. അതല്ല സംഭവിച്ചത്. ബട്ട് സ്റ്റിൽ കോളേജ് പ്രൊഫസറായിരുന്ന ആൾ, അതായത് അത്രയും സേഫ് ആയിട്ടൊരു ജോലിയുള്ള ആൾ ഈ ഓൺടർപ്രണർഷിപ്പിൽ വന്ന് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഹോളിഡേയ്സിൽ വന്ന് എത്തി നിൽക്കുന്ന കഥയൊന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കോളേജുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. MA BEd MPhilനൊക്കെ ശേഷം നമുക്ക് ലിറ്ററേച്ചറിനോടും അല്ലെങ്കിൽ യാത്രകളോടും ഒക്കെ പണ്ടേ ഇഷ്ടമുണ്ട്. വായന ഇഷ്ടമുള്ള ഒരാളാണ് ലിറ്ററേച്ചർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഒരു വലിയ വളർച്ചയ്ക്കുള്ള സ്കോപ്പുകൾ പലപ്പോഴും കുറവാണ്. നമ്മളൊരു കോളേജിൽ പോകുന്നു പഠിപ്പിക്കുന്നു, നല്ലതല്ലെന്നല്ല പറഞ്ഞ് എൻ്റെ പാഷൻ അനുസരിച്ചും എൻ്റെ ഡ്രീംസ് അനുസരിച്ചും കുറച്ചുകൂടെ വളരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാധാരണ കോളേജിലാണ് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഓൺടർപ്രണർഷിപ്പ്, അപ്പോൾ അതിനെക്കുറിച്ച് പണ്ട് തൊട്ടേ നമ്മൾ വായിക്കുമായിരുന്നു അല്ലെങ്കിൽ കേൾക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഏതോ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നി ഇതല്ല നമ്മുടെ പാത അല്ലെങ്കിൽ ഇതല്ല നമ്മുടെ ഫ്യൂച്ചറിന് തോന്നിയപ്പോൾ നമ്മൾ ജോലി റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു, നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് അധ്യാപകരായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പാത ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ IELTS OET എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലോട്ട് വരികയാണ്. പക്ഷെ അതിനും മുമ്പ് നമ്മൾ ആദ്യം ചെയ്തത് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കി. അപ്പോൾ പുസ്തകങ്ങൾ ഗ്രാമർ പുസ്തകം നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലുള്ള കുട്ടികളെ, കേരളത്തിലുള്ള കുട്ടികൾ മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞൊരാശയമായിട്ട് നമ്മൾ പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് ഡോർ ടു ഡോർ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ വഴി പോകും, പുസ്തകങ്ങൾ സ്കൂളിൽ കൊടുക്കും, എന്നിട്ട് നമ്മളവിടെ ക്ലാസ് ഓഫർ ചെയ്യും. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം അടുത്ത് സ്കൂളുകൾ കൂടെ കയറി ഇറങ്ങി പുസ്തകങ്ങൾ വിൽക്കുമായിരുന്നു, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വിൽക്കുമായിരുന്നു. പക്ഷേ അതിനകത്ത് റിസ്ക് വന്നു. എല്ലാ ബിസിനസ്സും പോലെ തന്നെ നമ്മൾ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിൻ്റെ റിസ്ക് സൈഡുകൾ, എസ്പെഷ്യലി മണി അല്ലാതെ വാങ്ങുക കൊടുക്കുക അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് പുസ്തകമൊക്കെ നല്ലപോലെ വിറ്റുപോയി, നല്ലപോലെ സെല്ല് ചെയ്തു, പ്രോഫിറ്റും ഉണ്ടായി. പക്ഷേ അത് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ക്യാഷ് സ്കൂളിൽ നിന്ന് പിരിച്ച് കിട്ടിയില്ല, ഒത്തിരി നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അത് വലിയ ലോസിൽ സത്യത്തിൽ വന്നു. പക്ഷേ നമുക്ക് 2 വർഷം കൊണ്ട് ഒരുപാട് ബിസിനസ് നമ്മൾ പഠിച്ചു. ഒരു ഓൺടർപ്രണർ എന്ന രീതിയിൽ ഭയങ്കര ലേണിംഗ് ആണ്. ആ 2 ഇയേഴ്സ് നല്ല ലേണിംഗ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ആക്സിഡൻ്റലി ആണ് നമ്മൾ ശരിക്കും IELTS എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി അല്ലെങ്കിൽ OET എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകരായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആൾക്കാർക്ക് IELTS പാസ്സാകുന്നില്ല? അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ റീസൺസ് ഉണ്ട്. ഒരു ലാംഗ്വേജ് പ്രൊഫസർ എന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ഒരു മാർക്കറ്റിലെ ആ ഒരു ഗ്യാപ്പ് ഫൈൻഡ് ചെയ്തപ്പോൾ ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ ഹാർഡ് വർക്കും എല്ലാം കൂടെ ചേർന്ന് സത്യം പറഞ്ഞാൽ വലിയ ഗ്രോത്ത് ഉണ്ടായി. ഒരു കൊറോണ സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം 1000 കുട്ടികൾ കോട്ടയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ മാത്രം പഠിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 2000-ഓളം കുട്ടികൾ മന്ത്ലി നമുക്ക് ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. 300-400 സ്റ്റാഫ്, 500 സ്റ്റാഫായി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ഓൺടർപ്രണർഷിപ്പിന് വലിയൊരു പോസിബിലിറ്റീസ് ഒന്നുമില്ല, നല്ല ലിമിറ്റഡ് റിസോഴ്സസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവിടുന്ന് ഞങ്ങൾ കോട്ടയത്തേക്ക് ആരംഭിച്ചു, പിന്നെ കൊച്ചിയിൽ ആരംഭിച്ചു. അങ്ങനെ
ആ സ്ഥാപനം വളർന്നു. ഈ തുടക്കം അവിടെയാണെങ്കിലും ഈ ടേക്ക് മൈ ഫാമിലി എന്ന് പറയുന്ന ആ തോട്ടിന് പിന്നിൽ ഇറ്റ് ഈസ് യുവർ ഫാദർ. അതെ അതെ, ഒരു കഥയുണ്ട്. അത് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജനിച്ചു വളർന്നത് ഹൈ റേഞ്ചിലാണ്. അപ്പോൾ ഹൈ റേഞ്ചിൽ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ അവിടെ എൻ്റെ ഫാദർ ബേസിക്കലി ഒരു ബുക്ക് സ്റ്റോൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വായിക്കും. പക്ഷേ എൻ്റെ അറിവിൽ അദ്ദേഹം ഇന്ത്യക്ക് പുറത്തോട്ട് കുറച്ചൊക്കെ യാത്ര ചെയ്ത് കാണും. ഇന്നലെ 1-2 സ്റ്റേറ്റിൽ പോയി കാണും. അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 60-62 വയസ്സുണ്ട്. അപ്പോൾ അതിനപ്പുറത്തൊരു വിദേശയാത്ര പോയി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മക്കൾ എല്ലാവരും വളർന്നു പല രാജ്യങ്ങളാണ്, പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ഇന്ത്യയുടെ പുറത്തോട്ടോ കേരളത്തിന് പുറത്തോട്ടോ യാത്രകൾ ചെയ്യുകയോ അല്ലെങ്കിൽ യാത്രകൾ പോകണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്റ്റഡി അബ്രോഡ് ബിസിനസ്സിന് വേണ്ടി, റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം, ഇപ്പം എൻ്റെ അച്ഛൻ ഒരുപാട് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ബൈബിളൊക്കെ ഒത്തിരി വായിക്കും. അപ്പോൾ ഈ ബൈബിളിനകത്ത് ഇദ്ദേഹം കണ്ട് വായിച്ച് മനസ്സിലാക്കിയ സ്ഥലങ്ങൾ പോകാൻ വേണ്ടി ഒരു ഇസ്രായേലിൻ്റെ നമ്മുടെ ഒരു തീർത്ഥാടനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഞാൻ ഫാദറിനോട് യാദൃശ്യമായിട്ട് ചോദിച്ചു. അപ്പോൾ അച്ഛനെ അമ്മയും കൂടെ വിടാമെന്ന് ചിന്തിച്ച് ഈ പറയുന്ന പോലെ നമുക്ക് വിശുദ്ധ നാട് കാണാൻ താല്പര്യമുണ്ടോ പോകാൻ. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞു വേണ്ട, വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം കുറേ റെക്കമെൻഡ് ചെയ്യാം അല്ലെങ്കിൽ കമ്പനിയിൽ പറഞ്ഞു ഓക്കെ എന്നാൽ പോവാമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് അവസാന നിമിഷം വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഓൾറെഡി നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു. സോ ഞാനും കൂടെ വിസ എടുത്ത് ഞാനും ഫാദറും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്, വിശുദ്ധ നാട് പോവാണ്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് ശരിക്കും പുള്ളിക്ക് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. നിർബന്ധിച്ചുകൊണ്ട് 2 എന്നെ ചോദിച്ചാൽ ഇതുവരെ ഈ 10-60 വയസ്സിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ യാത്രകൾ വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ടൂർ പോകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ യാത്ര പോകുന്നതിനെക്കുറിച്ച് വലിയൊരു ആയിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. അതിൻ്റെ ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. ശരി, അങ്ങനെ ഒരു ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല മക്കളോട്. അപ്പോൾ ഈ ടൂർ പോയി അവിടെ ചെന്ന് ഇറങ്ങി ഇപ്പം നമുക്ക് നോർമലി 8:30-ക്കാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെങ്കിൽ ഇദ്ദേഹം 7 മണിക്ക് ഒരുങ്ങി നിൽക്കുകയാണ്, നല്ല എനർജറ്റിക്കായിട്ട്. അപ്പം ആ 10 ദിവസത്തെ യാത്രയിൽ 10-15 ദിവസത്തെ യാത്രയിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു വലിയ യാത്രാപ്രേമി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഹി ലൈക്സ് ട്രാവലിംഗ് ദാറ്റ് മച്ച്. അതായത് ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്ന അച്ഛനേ അല്ല എൻ്റെ ശരിക്കും പുള്ളിയുടെ വേറൊരു സൈഡാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധനാട് പോയവർക്കറിയാം, ഇസ്രായേൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു വലിയ ജോർദാൻ, ഇസ്രായേൽ, പിന്നെ പാലസ്തീൻ്റെ കുറേ ഭാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈജിപ്റ്റ്, 4 രാജ്യങ്ങളുണ്ട്. ഇസ്രായേലൊക്കെ അതുപോലെ നടക്കണം. നമ്മൾ നടന്ന് ഈ പൊരും വെയിലത്ത് നമ്മൾ മടുക്കും, ടയേർഡാവും. 5 മണിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിർത്തും പ്ലേസസ് ക്ലോസ് ചെയ്യുമ്പോൾ. അന്നേരം ഫാദർ ചോദിക്കും കഴിഞ്ഞോ അത് തന്നെ, ഇനി ഒരു സ്ഥലം കൂടെ പോയാലോ. ഒരു ദിവസം അപ്പം ഞാനൊത്തിരി 4 ദിവസം കഴിയുമ്പോൾ മടുക്കുമായിരിക്കും. പക്ഷേ 10 ദിവസം അങ്ങനെയായിരുന്നു. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി വാസ്തവത്തിൽ എൻ്റെ ഫാദറിന് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെന്നും അദ്ദേഹം ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നും. കാരണം 60 വയസ്സ് കഴിഞ്ഞ ആളും 30s നിൽക്കുന്ന ഞാനും കൂടെ നോക്കി ഞാൻ മടുത്തുപോയി. പക്ഷെ അദ്ദേഹം മടുത്തിട്ടില്ല. അപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഓർത്തു നമ്മളെ പേരൻസാണ്, നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൊടുക്കുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ യാത്രകൾ അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം 20 രാജ്യത്തടുത്ത് അതിന് ശേഷമുള്ള 1-2 വർഷം കൊണ്ട് ഞങ്ങൾ നമ്മുടെ പേരൻറ്റിനെ അയച്ചു. ഓക്കെ, അപ്പോൾ ഒരു മാനം നിലയ്ക്ക് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഏകദേശം 2-2.5 വർഷം കൊണ്ട് 20 രാജ്യങ്ങൾ പോയി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയത് യൂറോപ്യൻ ട്രിപ്പാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, പിന്നെ പറഞ്ഞ പോലെ ഇറ്റലി, പിന്നെ ലക്സംബർഗ്, കുറേ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡെൻമാർക്ക്, നെതർലൻഡ് ഒക്കെ പോയി കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ ഈ യാത്രകളൊക്കെ പോകുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രായമുള്ള ആളാണല്ലോ, ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ സ്പീഡ് കാണത്തില്ല മക്കളുടെ കൂടെ വരാനുള്ള, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ സ്പീഡ് കാണത്തില്ല. അപ്പോൾ ഈ യാത്രകളിൽ നിന്നും നമ്മൾ അച്ഛനെ വിട്ടു എന്നുള്ള ആ കാര്യത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ രാജ്യത്ത് വിടുവാണ്. വിയറ്റ്നാം പോകുന്നു, ഇപ്പോൾ തായ്ലൻഡ് പോകുന്നു, മലേഷ്യ പോകുന്നു, ദുബായ് പോകുന്നു, സിംഗപ്പൂർ പോകുന്നു. അപ്പോൾ ചിലത് തനിയെ പോകുന്നു, ചിലത് ഞാൻ ഫാദറും കൂടെ പോകുന്നു, ചിലത് ഗ്രൂപ്പ് ടൂറായിട്ട് പോകുന്നു. അപ്പോൾ ഈ യാത്രകളിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആസ് ആൻ ഓൺടർപ്രണർ, ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തെ ബിസിനസ് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും അവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്. ഏതില്ല ഈ യാത്രകൾ അതിനകത്ത് വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ടേക്ക് മൈ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംരംഭം കൊണ്ട്, എവറിത്തിങ് ഇസ് ഫിക്സ്ഡ്, ഈ സംരംഭം കൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോ ഈ പറഞ്ഞ പോലെ സ്പീഡിന്റെ കാര്യം ഉണ്ടാവും, അവരുടെ ഹെൽത്തിന്റെ കാര്യം ഉണ്ടാവും, ഭക്ഷണത്തിന്റെ കാര്യം ഉണ്ടാവും. അതെല്ലാം കൂടി ഒന്ന് ക്രിസ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നോർമൽ ഒരു ഹോളിഡേ പാക്കേജിൽ, ഒരു ടൂർ പാക്കേജിൽ ശരിക്കും സീനിയർ സിറ്റിസൺസിനെ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂറും ഉണ്ട്, ഇൻഡിവിജ്വൽ ടൂറും ഉണ്ട്. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്, FIT എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് ടൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഹണിമൂൺ കപ്പിൾസ് കാണും. ആ ഗ്രൂപ്പ് ടൂറിനകത്ത് ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ് കാണും, പ്രായമുള്ളവർ കാണും. അപ്പോൾ നമ്മളൊരു നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തൊരു ഫിക്സഡ് പാക്കേജാണത്. അതിനകത്ത് ഏത് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെയാണ്, ഐറ്റ്നറി നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത് എന്നുള്ള എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ലഞ്ച് എപ്പോഴാണ്, ഡിന്നർ എപ്പോഴാണ്, എത്ര ദൂരം നടക്കണം, എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ജനറലൈസ് ചെയ്യുന്നത്. അതിനകത്ത് 60 വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എല്ലാവർക്കും അല്ല, പല കാറ്റഗറീസ് ഉണ്ടല്ലോ. ചിലപ്പോൾ അവർക്ക് സമയത്തിന് ഫുഡ് കഴിക്കണമായിരിക്കും, ഓക്കെ. ചിലപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ച് അവർക്ക് ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരുപാട് നടക്കാൻ കഴിയത്തില്ലാത്ത ആളുകൾ കാണും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നടന്ന് ചെന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് വേറെ സ്ഥലത്തോട്ട് പോകുമായിരിക്കും. അപ്പോൾ അവർക്ക് നടക്കാതിരിക്കാൻ പറ്റത്തില്ല, അപ്പം നടക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവർക്ക് കറക്റ്റ് സമയം അവർക്ക് നമ്മുടെ റെസ്റ്റിംഗ് ടൈം കറക്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഹോട്ടൽസിലെ ഫുഡ്, ഇപ്പോൾ 10 ദിവസമൊക്കെ ഒരു ടൂർ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2-3 ദിവസം ആയിക്കോട്ടെ, ചിലപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അത് ചിലപ്പം കഴിക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐറ്റ്നറിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു സ്ഥലങ്ങൾ കാണാൻ പോകുന്ന അങ്ങനെ ഒരുപാട് കാര്യത്തിൽ വാസ്തവത്തിൽ ശരിക്കും ഒരു വലിയ ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ട്. എസ്പെഷ്യലി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഒരു ടൂർ മാനേജർ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളൊരു ഗ്രൂപ്പിലൂടെ പോകുന്നതേ ഉള്ളൂ, ഒരു ഇൻഡിവിജ്വൽ ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് FIT ഉള്ളത്. അപ്പോൾ FIT ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ ടൂറിലുള്ള ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നോർമലി ഇതിനകത്ത് പല പാക്കേജസ് ഉണ്ട്, എങ്കിലും നോർമലി ശരിക്കും ഒരു ഇൻഡിവിജ്വലി ടൂർ പോകുമ്പം അവിടെ ഒരു ക്യാബ് ഡ്രൈവർ ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ ഗൈഡ് ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. പക്ഷേ എയർപോർട്ടിൽ ചിലപ്പോൾ നമ്മൾ പേരൻസിനെ തന്നെ വെച്ചാൽ അവർ തന്നെയായിരിക്കും. ലഗേജ് ഒന്ന് ലേറ്റ് ആയാൽ അല്ലെങ്കിൽ എടുത്തൊന്ന് ഒരു വണ്ടിയിൽ ലഗേജ് പുറത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഹോട്ടൽസിൽ രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ചിലപ്പോൾ ലാംഗ്വേജിനകത്ത് വലിയ പ്രൊഫഷൻസ് ഇല്ലാത്ത പേരൻസ് ആണെങ്കിൽ രാത്രിയിൽ വിളിച്ച് ഹോട്ടലിൽ ഒരു എമർജൻസി പറയാൻ ആൾ കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരുങ്ങി നിൽക്കാനാണ് അവിടെയുള്ള ക്യാബ് ഡ്രൈവർ പറയുന്നത്. അടുത്ത ദിവസം ഒരു ലൊക്കേഷൻ കാണാൻ പോവാണ്, സോ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരുങ്ങി നിൽക്കാമെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അവിടെയൊന്നും ചിലപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരായ പേരൻസിന് ചിലപ്പോൾ ഓക്കെ ആയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഗ്യാപ്പൊക്കെയാണ് വാസ്തവത്തിൽ ടേക്ക് മൈ ഫാമിലി ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗ്രൂപ്പ് ടൂറുകൾ, ഇപ്പോൾ ടേക്ക് മൈ ഫാമിലിയുടെ ഗ്രൂപ്പ് ടൂറുകൾ എന്ന് പറഞ്ഞാൽ ഈ 50 എബോവ് ആയിട്ട് മാത്രം എക്സ്ക്ലൂസീവിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഐറ്റ്നറി പറയുന്നത്, ഐറ്റ്നറി പ്രായമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ശരിക്കും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഐറ്റ്നറിയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി നടക്കണ്ടാത്ത എന്ന് പറഞ്ഞാൽ ഈ വാക്കിംഗ് ഒക്കെ ഇച്ചിരി കുറച്ച് റെസ്റ്റിംഗ് ടൈമൊക്കെ കൊടുത്ത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വരാതെ കഴിവതും പറ്റുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണമെങ്കിൽ അത് കൊടുത്ത്, ദെൻ കുറച്ചൊരു സ്ലീപ്പിംഗ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈമൊക്കെ കൊടുത്ത് ഒരു പ്രായമുള്ള ആളുകളെ കംപ്ലീറ്റ്ലി അവരുടെ ഹെൽത്ത് ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി മെഡിക്കൽ അസിസ്റ്റൻസിൻ്റെ ഡോക്ടറോ നേഴ്സോ വരെ ഗ്രൂപ്പ് ടൂറിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഏറ്റവും കെയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ടൂറുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പ്രായമുള്ളവർക്ക് വേണ്ടി. ഇനി FIT വരുമ്പോൾ അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ FIT എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് പോകുന്നതിന് അതിനകത്ത് പല ഈ ഗ്രൂപ്പ് ടൂറിനകത്ത് തന്നെ ശരിക്കും നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള പ്രായമുള്ളവർക്ക് വേണ്ടിയും ഇച്ചിരി വീൽ ചെയർ അസിസ്റ്റൻസ് വേണ്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി, നടക്കാൻ വയ്യാത്തവർക്ക് കൊണ്ട് പല പാക്കേജസ് ഉണ്ട്. ഈ ഇൻഡിവിജ്വൽ ടൂറിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടെ ടൂർ പോവുകയാണെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരാളെ നമ്മൾ അവരുടെ കൂടെ അസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തുവിടും. ഓക്കെ, അപ്പോൾ അവർ എയർപോർട്ടിൽ, അതായത് നോട്ട് ദി ഫാമിലി അല്ലാണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ, നോർമലി അങ്ങനെയില്ല. നോർമലി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ടൂർ ഓപ്പറേറ്റർ ആണ് നമ്മുടെ ലോക്കൽ ആളുകളാണ്. പക്ഷേ ഇത് ഇവിടുന്ന് തന്നെ വേണം ഒരാളെ നമുക്ക് വിടാം. അത് പെൺകുട്ടി ആൺകുട്ടി ആരും ആയിക്കോട്ടെ, അവർ പറയുന്ന പോലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടും, നല്ല ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള ആളുകൾ.
അപ്പോൾ അവർ എയർപോർട്ട് തൊട്ട് ഒരു ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് ഉണ്ട്. ഇവരുടെ ലഗേജ് എടുത്ത് വെക്കാനും തിരിച്ചെടുത്ത് വെക്കാനും, ഹോട്ടൽ റൂമിൽ രാത്രിയിൽ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അതിനും, സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, ആ സമയത്തിന് കൊടുക്കണം. അങ്ങനെ വിടുന്ന ഒരാൾ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന പാക്കേജസും ഉണ്ട്. ഇനി അതല്ല, ചിലർക്ക് അത് വേണ്ട, അല്ലാതെ തന്നെ അവിടെ നിന്ന് നല്ല കെയർ കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ നോർമലി അല്ലാതെ തന്നെ അവിടുത്തെ ആളുകളോട് പറയും. നമ്മുടെ ഓരോ ഇപ്പോൾ തായ്ലൻഡ് പോവുകയാണ്, അല്ലെങ്കിൽ മലേഷ്യ, അല്ലെങ്കിൽ യൂറോപ്പ്, ദുബായ്, അപ്പോൾ അവിടെ നമ്മളുമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ പറയും നമുക്ക് കുറേ സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മുടെ പാക്കേജിലും ഐറ്റിനറിയിലും വേണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണെങ്കിലും നമുക്ക് ഒരു അസിസ്റ്റൻസ് സ്പെഷ്യലി കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ടേക്ക് മൈ ഫാമിലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺസ് എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ അതല്ലാണ്ടുള്ള ആളുകൾക്ക് പോകാൻ പറ്റില്ല? എല്ലാവർക്കും പോകാൻ പറ്റും. അപ്പൊ ശരിക്കും അപ്പൊ ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ടേക്ക് മൈ ഫാമിലി ത്രൂ ആർക്കൊക്കെ പോവാം? ഹൂ ആർ all your clients? അപ്പോൾ ടേക്ക് മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 എബോവ് ഉള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൂർ കമ്പനിയാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന 50 എബോവ് ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ നീഷ് മനസ്സിലാക്കി 50 എബോവ് ആളുകളുടെ ഹെൽത്തും അല്ലെങ്കിൽ ഐറ്റിനറി വരുത്തേണ്ട വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ മനസ്സിലാക്കി ആണ് നമ്മൾ ഈ ടേക്ക് മൈ ഫാമിലിയിൽ സീനിയർ സിറ്റിസൻസിന് വേണ്ടി നമ്മൾ ഈ ഗ്രൂപ്പ് ടൂറുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടൂറുകൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ദാറ്റ് ഡസന്റ് മീൻ നമ്മൾ ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ കപ്പിൾസിനെയോ അല്ലെങ്കിൽ ടൂർസ് കൊണ്ടുപോകത്തില്ലെന്ന് അർത്ഥമില്ല. അവർക്കും ഉള്ള ടൂർ പാക്കേജസ് ഉണ്ട്, കോർപ്പറേറ്റ് ടൂർ പാക്കേജസ് ഉണ്ട്, ഹണിമൂൺ പാക്കേജസ് ഉണ്ട്, ഇനി ഫാമിലി അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള പാക്കേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ കാരണം അവിടെ ഒരു മാർക്കറ്റിൽ ഒരു ഗ്യാപ്പുണ്ട്. അത് ചെയ്യുന്ന ആളുകൾ അത് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ചെയ്യുന്ന ഒരു കമ്പനിയും കേരളത്തിലില്ല. പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏതറ്റത്തോട്ടും വിസ കിട്ടുന്ന മനുഷ്യന് പോകാൻ കഴിയുന്ന യാത്രകൾ സാധ്യമാകുന്ന ഏത് രാജ്യത്തോട്ടും ഏതൊരാളെ അതായത് നമ്മുടെ ഫാമിലിയിലെ ആരെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ ഫാമിലി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകും. സ്കൂൾ കുട്ടികളെ വേണമെങ്കിലും കൊണ്ടുപോകും. ഒറ്റയ്ക്കോ? അല്ല, മീൻസ് ഗ്രൂപ്പ് ടൂറായിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ടേക്ക് മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, ആ പേരിൻ്റെ അർത്ഥം ആ കെയർ ആണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയെ ഞങ്ങൾ ഏറ്റവും അതാണ് നമ്മൾ ആ പേരും കൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി മാത്രം അർത്ഥമില്ല, കോർപ്പറേറ്റ് ടൂറും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അതായത് ഫാമിലി ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്തോരം കെയർ ചെയ്യുന്നോ അത്രയും തന്നെ നിങ്ങളുടെ ഫാമിലിയെ ഞങ്ങൾ കെയർ ചെയ്യും എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ ഈ പാരൻസിന്റെ കേസ് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനും കണക്ട് ആവുന്നതാണ്. ഇപ്പം കണ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലിപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പാരൻസിന്, അതായത് ചിലപ്പോൾ നമ്മളും അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരെ എവിടെയാണ് വിടുക? ഇപ്പം ആദ്യത്തെ കുറച്ച് കാലം ഇവരെവിടെ വിട്ടാലേ ഇവർക്ക് ഇഷ്ടമാവുക, ഇവർക്ക് എവിടെയായിരിക്കും കാണാൻ ആഗ്രഹം? ചിലപ്പോൾ അവർക്കും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കണ്ണൻ്റെ ഇത്രയും നാളത്തെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പാരൻസിന് ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 5 പ്ലേസസിൽ ടു വിസിറ്റ് അത് ഏതൊക്കെയാ പറയാ? ഇപ്പോൾ പേരൻസിനെ എവിടെ വിടും എന്നുള്ള ആ ചോദ്യത്തിന് നോർമലി നമ്മളുടെ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി അപ്രോച്ച് ചെയ്യും, ടൂർ പോകാൻ താല്പര്യമുണ്ടെന്ന് പറയും, നമ്മൾ 2-3 രാജ്യങ്ങൾ അവരോട് സജസ്റ്റ് ചെയ്യും, അല്ല അവർ നമ്മൾ 2-3 രാജ്യങ്ങൾ സജസ്റ്റ് ചെയ്യും, അവർ ഐറ്റിനറി അയച്ചു തരും, നമ്മളവിടെ സെൻഡ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. പക്ഷേ വി നെവർ ആസ്ക്ഡ് അവർ പേരൻസ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ടൗൺ കാണാനാണോ ഇഷ്ടം, അല്ലോ നിങ്ങൾക്ക് കാമായിട്ടുള്ള പ്ലേസ് ആണ് ഇഷ്ടം, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഫോബിയ ഉണ്ടോ, ഈ പറയുന്ന പേടി, ചിലപ്പം വെള്ളം പേടിയുള്ള പേരൻസിനെ മാലദ്വീപ്സ് അയച്ചാലോ നന്നായിരിക്കും. അതുപോലെ തന്നെ നടക്കാൻ പാടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ആളെ വിശുദ്ധ നാട്ടിൽ വിട്ടാലോ. അപ്പോൾ വാസ്തവത്തിൽ ഏത് രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ പറയും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും അവരുടെ മെൻ്റൽ ആയിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാസ്തവത്തിൽ ഒരു രാജ്യം അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും വാസ്തവത്തിൽ പേരൻസിന് പോകാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. ഐറ്റിനറി ശരിക്കും എക്സിക്യൂട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അവരുടെ ഹെൽത്തും അവരുടെ ഹാപ്പിനെസ് കിട്ടുന്ന ഏതാണെന്ന് നോക്കി പ്രിപ്പയർ ചെയ്താൽ എല്ലാ രാജ്യങ്ങളും വാസ്തവത്തിൽ ഈ പ്രായമുള്ളവർക്ക്, കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചാൽ പ്രായമുള്ളവർക്ക് പോകാൻ പറ്റുന്നതാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സീസൺ നോക്കണം. ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻസും ഇവരുടെ ആഗ്രഹങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇനി അല്ലാതെ ഒരു ജനറലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇപ്പോൾ യൂറോപ്യൻ ടൂർ പേരൻസിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയും. ശരി, എസ്പെഷ്യലി സ്വിറ്റ്സർലൻഡ്, ഈ പറയുന്ന പോലെ തന്നെ ജർമ്മനി, അങ്ങനെയുള്ള യൂറോപ്യൻ ടൂർ. ക്രിസ്ത്യൻസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വിശുദ്ധ നാട് ടൂർ ഇച്ചിരി റിസ്ക് ആണെങ്കിൽ പോലും they have to go. അവർ പോകണം. റിസ്ക് എന്ന് പറയുന്നത് ഈ നടപ്പും അതേ ഉള്ളൂ. ഇപ്പോൾ വിശുദ്ധ നാടുകളും ഒക്കെയാണ്. ഇനി അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സിംഗപ്പൂർ ആയിക്കോട്ടെ, തായ്ലൻഡ് ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, വിയറ്റ്നാം ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ നമുക്ക് വളരെ
എക്സ്പെൻസ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന, കാരണം പല രാജ്യങ്ങൾക്കും വിസ വേണ്ട, അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പേരൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. അപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ രാജ്യങ്ങളും വാസ്തവത്തിൽ നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ തന്നെയാണ്. മനസ്സിലായി. ഈ പാരന്റ്സിനെ വിടുന്നതിന് മുമ്പേ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കൺസേൺസ് ഉണ്ടാവുമല്ലോ. അതായത് ഇവർ ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇവർ കുറച്ച് നാളത്തേക്ക് നമ്മുടെ ചുറ്റും അങ്ങ് മാറിക്കാണ്. ഓഫ് കോഴ്സ് യു ഗൈസ് വിൽ ടേക്ക് കെയർ, ബട്ട് സ്റ്റിൽ അങ്ങനെ ഇപ്പോൾ ഒരു ട്രിപ്പിന്, അതായത് ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ ആവണമെന്നില്ല, അല്ലാണ്ട് ഒരു ട്രിപ്പിന് ഒരു പാരന്റ് പോകുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഒരു 10-12 ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ ആ ട്രിപ്പിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത്, ഒരു ടൂർ കൊണ്ടുപോകുന്നതിന് മുമ്പ്, ഒരു ഗ്രൂപ്പ് ടൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, നമ്മൾ സെഷൻ അവരുമായിട്ട് വെക്കും. സെഷൻ അവരുമായിട്ട് വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് A to Z കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പാസ്പോർട്ട് എടുക്കേണ്ടത് തൊട്ട്, അല്ലെങ്കിൽ വിസ ഉണ്ടെങ്കിൽ വിസ കോപ്പി എടുക്കേണ്ടത് തൊട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പറായിട്ട് ചെയ്യും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്, മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് സമയത്ത് കഴിക്കേണ്ട മെഡിസിൻസ്, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പേരൻസിനോട് പറഞ്ഞു കൊടുക്കണം. രണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ഇവരുടെ ഒരു, സപ്പോസ് നമുക്കൊരു വിദേശത്തോട്ട് പോകുമ്പോൾ ചാർജർ ചിലപ്പോൾ മറന്നു പോകും. പല സ്ഥലത്തും ചിലപ്പോൾ യൂറോപ്പിലൊക്കെ പോയി നമ്മുടെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചാർജർ എടുത്ത് വെക്കുക, പാസ്പോർട്ട് കറക്റ്റ് എടുത്ത് വെക്കുക, വിസ കറക്റ്റ് ഉറപ്പ് വരുത്തുക. ചിലർ വിസയുടെ കാലാവധി തീരുന്നതാണ് ഇവർ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, ആ കാര്യങ്ങൾ നോക്കുക. ഏറ്റവും മെയിനായിട്ട് ഞാൻ പറയും മെഡിസിൻസ്. പിന്നെ ക്ലൈമറ്റ് നോക്കി പക്ക ഈ ഡ്രസ്സ്, ഇപ്പോൾ വിൻ്റർ ആണ് അല്ലെങ്കിൽ സ്പ്രിങ്, ഇപ്പോൾ സ്പ്രിങ്ങിന് വിൻ്റർ കോട്ടുമായിട്ട് പോകല്, ചൂടെടുക്കും. സ്പ്രിങ്ങിന് സ്പ്രിങ് കോട്ടുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ ക്ലൈമറ്റ് പ്രോപ്പറായിട്ട് നോക്കുക. പിന്നെ അവിടെയുള്ള നമ്മുടെ ഇപ്പോൾ ഒരാൾ മാൽദീവ്സിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ട ഡ്രസ്സും സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകേണ്ട ഡ്രസ്സും വേറെ. അതൊക്കെ പേരൻസിന് നേരത്തെ മേടിച്ച് കൊടുത്ത് കൃത്യമായിട്ട് മക്കൾ ഒരു ഐഡിനറി തന്നെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. ഓക്കെ, ഡ്രസ്സ് ഇതൊക്കെ വേണം, ഈ പറയുന്ന പോലെ ഫോണിൻ്റെ ചാർജർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫോണിൻ്റെ ചാർജർ, അതുപോലെ തന്നെ നമുക്കൊരു പവർ ബാങ്ക്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ രാവിലെ 8 പോയാൽ പിന്നെ തിരിച്ച് വൈകിട്ട് 5 വരുന്നെങ്കിൽ ചാർജ് ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും, അപ്പോൾ ചാർജർ. പിന്നെ ഇവിടെ അങ്ങനെയുള്ള ഈ ബേസിക് കാര്യങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവർ വിടാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായാൽ മതി മക്കൾക്ക്. അതാണ് മെയിൻ കാര്യം. ഓക്കെ, ശരി. ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഈ അച്ഛനെ ഒരു 20+ കൺട്രീസിൽ വിട്ടു എന്ന് പറഞ്ഞില്ലേ, അച്ഛൻ്റെ ഒരു മൊമെന്റ് എനിക്ക് കേൾക്കണം. അതായത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഈ ഉള്ളിലുള്ള മറ്റേ ട്രാവൽ മാനിയാക്കിനെ പുറത്ത് കാണിക്കാണ്ട് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് കിട്ടിയപ്പോഴേ പുള്ളിയുടെ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു റിയാക്ഷൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അദ്ദേഹത്തെ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ വിട്ടു, യൂറോപ്പിൻ്റെ ഒരു സ്വിറ്റ്സർലൻഡിൽ പോയി. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഈ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ശരിക്കും വലിയ നമ്മൾ ട്രെയിനിൽ അല്ലെങ്കിൽ കയറി പോകേണ്ട ഒരു സ്ഥലമാണ് ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടു. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് വാസ്തവത്തിൽ കണ്ടത്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോ കാണുമ്പോൾ അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സന്തോഷമാണോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന് അറിയത്തില്ല, ഇത് സംസാരിക്കാൻ പറ്റും. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുകയാണ് ശരിക്കും, ഹായ് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ഈ ഇപ്പം സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതത്തിന് മുകളിലാണ്. സോ എൻ്റെ അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ആൽപ്സ് കാണണമെന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇദ്ദേഹം ടൂർ പോകണമെന്നും പറഞ്ഞിട്ടില്ല, ആൽപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം കുഞ്ഞുനാളിൽ പുസ്തകങ്ങളിൽ വായിച്ച ആൽപ്സ് എന്ന പർവ്വതം ഇതാ ഞാൻ കീഴടക്കി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച്, ഭയങ്കര ചിരിയാണ്, ചിരിച്ച് ശ്വാസമൊന്നും കിട്ടുന്നില്ല. ആ മൊമെൻ്റ് ഒരു മകനെന്ന നിലയ്ക്കും, അല്ലെങ്കിൽ ഈ മൊമെൻ്റ് നമുക്ക് ആസ് എ ടൂർ ഓപ്പറേറ്റർ ഒരുപാട് പേരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതാണ് നമ്മളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി, നമ്മളിൽ പലരുടെയും പേരൻസിന് ആരോടും പറയാത്ത, ഷെയർ ചെയ്യാത്ത ഒരുപാട് സ്വപ്നങ്ങൾ യാത്രകളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ മക്കൾക്ക് പൈസ ചിലവാകും, അല്ലെങ്കിൽ അവർക്ക് ടൈം ഇല്ലെന്നോർത്ത് ഇവർ പറയാത്തതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുമ്പോൾ യു ജസ്റ്റ് ആസ്ക് യുവർ പേരൻസ്, ഓപ്പണായിട്ട് ചോദിച്ച് അച്ഛനും അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്ന് കമ്പൽ ചെയ്താൽ ഒരു 5 രാജ്യമെങ്കിലും അവർ പറയും. അപ്പോൾ ഈ ഒരു മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ യാത്രകൾ സംബന്ധിച്ച് എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവം. കാരണം ആ എക്സൈറ്റ്മെൻറ്റ് പറയുന്നുണ്ട് എത്രത്തോളം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നും. അദ്ദേഹത്തിന് 60s ആയെന്ന് ഓർക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെ, കുഞ്ഞുനാൾ മൊട്ടാണ്. അപ്പോൾ 10-50 വർഷമായിട്ടുള്ള ആഗ്രഹമാണ് വാസ്തവത്തിൽ. ഇപ്പോൾ അച്ഛനുണ്ടായിരുന്ന പോലെ അതേ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ വേറെയും കുറെ പ്രായ ആൾക്കാർ ഇന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുള്ളതുണ്ടോ? ഇപ്പോൾ ഒത്തിരി ഇൻസിഡൻ്റ് ഉണ്ട്. ഒരെണ്ണമെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി നമ്മൾ ടൂർ കൊണ്ടുപോയി, ഇപ്പോൾ മലേഷ്യക്ക് ഒരാൾ ടൂർ കൊണ്ടുപോയതാണ്. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നത്. അത് വലിയ
എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. അവർ ആ ഫ്ലൈറ്റിൽ കയറി ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇൻ്റർനാഷണൽ ടൂർസ് മാത്രമല്ല ചെയ്യുന്നത്, ഡൊമസ്റ്റിക്കും ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക്കിനകത്ത് തന്നെ നമുക്ക് 2 പ്ലാൻ ഉണ്ട്. ഒന്ന്, വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്ലൈറ്റ് കയറാത്തവരെ ഫ്ലൈറ്റ് കയറ്റുന്നു. അതായത് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ള ആഗ്രഹം സാധിക്കാം, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂർ. അതായത് ഇപ്പോൾ ഒരു ബിലോ ആവറേജ് മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 10-30,000 രൂപ മാസം അവർക്ക് വരുമാനം കാണത്തുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ ടൂർ പേരൻസിനെ വിടുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ മൈസൂരോ വല്ലതും രാവിലെ ഫ്ലൈറ്റിന് കൊണ്ടുപോകും. അവിടെ മുഴുവൻ ടൂറ് സ്ഥലങ്ങൾ ചുറ്റിക്കാണിക്കും. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസും കിട്ടി, ടൂറും കണ്ടു, ഒരു സന്തോഷമായി. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ അല്ലാതെ ഡൊമസ്റ്റിക് ടൂർസ് ഉണ്ട്, പക്ഷേ ഡൊമസ്റ്റിക് ടൂറിനകത്ത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കസ്റ്റമൈസേഷനും കൂടെ ഉണ്ട് അല്ലെ? അവരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഇപ്പൊ ഇനിയിപ്പോ വെക്കേഷൻ കാലാണ് വരുന്നത്. അതെ, യാത്രകളുടെ ഒരു മറ്റേ ചാകരയാണ് ആളുകൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ മാർച്ച് ഏപ്രിൽ മെയ്യിലേക്ക് നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ഏപ്രിൽ മെയ് ഈ വർഷങ്ങളിലേക്ക് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, അപ്രോച്ച് ചെയ്ത് ഏതൊരാളെ ഏത് രാജ്യത്ത് നമ്മൾ വിടും. പക്ഷേ ഒരു കാര്യമുള്ളൂ, ഇപ്പം ഏപ്രിൽ മാസത്തിൽ ഒരാൾക്ക് യൂറോപ്പ് പോകണമെങ്കിൽ നമ്മൾ വിസയൊക്കെ നേരത്തെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മെയിലാണെങ്കിൽ വിസ നേരത്തെ അപ്ലൈ ചെയ്യണം. അപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്താൽ വിസ വേണ്ട രാജ്യങ്ങളിലേക്ക് നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വിസ അത്ര എളുപ്പമല്ല പലതും, നമ്മൾ ഓർക്കും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന്. അപ്പോൾ വിസ വേണമെങ്കിൽ നേരത്തെ അപ്രോച്ച് ചെയ്യുക. സെക്കൻഡ് തിങ്, നമ്മൾ എത്രത്തോളം നേരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ടൈം നോക്കി ക്ലൈമറ്റ് ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏത് രാജ്യം, യൂറോപ്പ് ആണെങ്കിൽ യൂറോപ്പ്, വി ആർ വെൽ എക്യുപ്പൈഡ് ആൻഡ് പ്രിപ്പയർഡ് ആണ്. ബിക്കോസ് വി ഹാവ് എ വണ്ടർഫുൾ ടീം. കാരണം ഞാനൊരു ഓണ്ടർപ്രണർ ആകുമ്പോൾ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ, ഈ നമ്മുടെ ടൂറിസം ട്രാവൽ ഇൻഡസ്ട്രിയിൽ ശരിക്കും 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ജനറൽ മാനേജരെയും വിസ പ്രോസസ്സിങ്ങും ടിക്കറ്റിങ്ങും അങ്ങനെയുള്ള ആളുകളെയാണ്, ഐറ്റിനറി പ്രിപ്പറേഷൻകാരെയൊക്കെ എടുത്തു വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ പ്ലാൻ നമ്മൾ തുടങ്ങിയേക്കുന്നത് വാസ്തവത്തിൽ. മനസ്സിലായി. ഓക്കെ, അപ്പോൾ മനുഷ്യരെത്തിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും അവരുടെ അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ കൊണ്ടുപോകാനും സന്തോഷിപ്പിക്കാനും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you so much.